രാവിലെ താമസിച്ച് വന്നവർക്ക് ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ. കുറച്ച് പേര്, വളരെ കുറച്ച് പേരെ അങ്ങനെ ലേറ്റായി എത്തിയിട്ടുള്ളൂ. സാരമില്ല, അടുത്തിരിക്കുന്നവരോട്ട് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് കഴിയുമ്പോഴുള്ള ഡിസ്കഷനിൽ നമുക്കൊന്നുകൂടെ കാര്യങ്ങൾ വിശദീകരിക്കാം. PRE-1B അച്ചീവ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. പേഷ്യൻ്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ ആക്റ്റീവ്ലി പ്രൊമോട്ടഡ്. നേരത്തെ നമ്മൾ കണ്ട തന്നെയാണ്, പക്ഷെ അതിനകത്ത് അത് പ്രൊമോട്ട് ചെയ്യണം. അവർക്ക് കാണാൻ ഡിസ്പ്ലേ ഒക്കെ കാര്യങ്ങൾ അവിടെ വെച്ചാൽ പോരാ, ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വെച്ചാൽ പോരാ. നമ്മളുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിൻ്റെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, എസ്പെഷ്യലി അവർ ഇൻപേഷ്യൻ്റ് ആകുമ്പോൾ നമ്മൾ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ നമുക്ക് റൈറ്റ് ഉണ്ട്. അവരുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് അവർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ നമ്മൾ അവരെ കൗൺസിൽ ചെയ്യണം. അത് IP-യിൽ എടുത്തു പറയുന്നത്, IP-യിൽ അവർ ചിലപ്പോൾ 2-3 ദിവസത്തോടെ ഉണ്ടാകാൻ പോകുന്നതുകൊണ്ട് തന്നെ ഇത് വിശദമായി മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. OP ഔട്ട് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ അവർക്ക് ആക്സസിബിൾ ആയിരിക്കണം. നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് നമ്മളൊരു കൗൺസിലിംഗ് നടത്തണമെന്ന് നിർബന്ധമില്ലെന്നേ ഉള്ളൂ. നല്ല മെറ്റീരിയൽസ് അവിടെ ഉണ്ടാകണം. നമുക്ക് ബ്രോഷറൊക്കെ എപ്പോഴും അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. അവരെ കൊണ്ട് G-Health എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ പേഷ്യൻറ്റിൻ്റെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അതിൽ ലോഡഡ് ആണ്. സോ അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറയുക. അതിനകത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്തൊക്കെയാണ് റെസ്പോൺസിബിൾ ആയിരിക്കേണ്ടതെന്ന് അതിലുണ്ടെന്ന് കാണിച്ചു കൊടുത്തേക്കുക ഒരു തവണ. പക്ഷേ IP ആണെങ്കിൽ കുറച്ചുകൂടെ വിശദമായി നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യണം. ഇതെങ്ങനെ ചെയ്യണമെന്നതിന് നമുക്കൊരു ഡോക്യുമെൻറ്റും ഉണ്ടാവണം. അച്ചീവ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് PRE, പേഷ്യൻ്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. ഒന്നാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് പേഷ്യൻ്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ ആക്റ്റീവ്ലി പ്രൊമോട്ടഡ്. ഓർക്കണേ, നമുക്കറിയണം അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ. നമ്മുടെ സോഫ്റ്റ്വെയറിൽ തന്നെ ഗ്രേപ്സിൽ ഈ ഡിസ്പ്ലേയിൽ എങ്ങനെ ഇടുന്നതെന്ന് നമ്മൾ പഠിക്കണം. G-Healthൽ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത് ഡിസ്പ്ലേയിലുണ്ട് എങ്കിൽ ഇവിടെ വരുന്ന നമ്മുടെ പേഷ്യൻസിൻ്റെ ലാംഗ്വേജുമായിട്ട് അത് സെറ്റ് ആകുന്നില്ല എങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റ് ആ കാര്യത്തിൽ ഒന്നുകൂടെ റീവർക്ക് ചെയ്യേണ്ടതുണ്ട്, അവർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ. ഇനി ഗ്രേപ്സിൻ്റെ G-Healthൽ മൾട്ടിപ്പിൾ ലാംഗ്വേജ് ഉണ്ട്. ബൈലിംഗ്വൽ എന്നാണ് ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിലും ആ പേഷ്യൻ്റ് നമ്മുടെ നാട്ടുകാരനല്ല എങ്കിൽ അവരുടെ ലാംഗ്വേജ് ചൂസ് ചെയ്യാനായിട്ട് G-Healthൽ പോസിബിൾ ആണ്. സോ അത് വളരെ സേഫാണ് G-Healthൽ പേഷ്യൻ്റ് റൈറ്റ്സ് ആൻഡ് പോസിബിൾ. സോ ഇത്രയേ ഉള്ളൂ. നമ്മളിത് പ്രൊമോട്ട് ചെയ്യണം. അവരുടെ റൈറ്റ്സ് അവരറിയണം എന്നത് അവരുടെ അവകാശമാണ്. മറന്നു പോകലെ. ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യത്തെ നമ്മളുടെ വോട്ട് നമ്മുടെ അവകാശമാണ്. നമ്മൾ ചെയ്ത് നമ്മൾ തന്നെയാണ് നമ്മളെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പേഷ്യൻ്റായി വരുമ്പോൾ ഏകാധിപത്യ ആശുപത്രിയിൽ പറ്റില്ല. അതുപോലെയാണ് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് കൊടുത്തേ പറ്റൂ.